നീ വിഷമിക്കണ്ട മോനെ. വിഷമദ്യം കഴിച്ച് 3-4 തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പൻ നിന്നെ പുല്ല് പോലെ പുറത്തിറക്കി കൊണ്ടുവന്നേനെ. നിനക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയിലിൽ കണ്ടിരിക്കുന്നടാ. അപ്പഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ജിന്നാടമർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം. ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് ജീവനോടെ പുറത്തു പോകില്ല. നിന്നെ കൊല്ലും ഞാൻ. നീ കരുതിരുന്നോ? നിന്നെ വിടില്ല, നിന്നെ വിടില്ല. പരമശിവം, സോറി സാർ. എന്റെ മുമ്പിൽ വെച്ചാണ് അഭ്യാസം. പരോളിന് അപേക്ഷ കൊടുത്തിട്ട് എന്താണ് അവനോട്ട് ഇടപാട്? ഓൾ കേരള ക്രിമിനൽസ് അസോസിയേഷനിൽ അവനും മെമ്പറല്ലേ സാറേ. ഇടപാട് കാണാതിരിക്കൂ. മേത്തൊക്കെ സാമ്പാർ പോയി. ചോറും കൂടി വിളമ്പട്ടെ സാറേ? 2 പപ്പടം കൂടി തടാ, പൊടിച്ചു കളഞ്ഞാൻ. ആരാ ചോറ് വെച്ചത്? പപ്പടം ഇല്ലെന്ന് അറിയില്ലേ? മതിയെങ്കിൽ മാറ്. അവൻ എന്തിനാടാ നിന്നെ ചവിട്ടിയത്? അവനെന്നെ ചവിട്ടാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എന്റേതും. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കത്തെത്തി എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി എങ്ങോട്ട് പോകണമെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാനങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ? എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടം വരെ പോണു അവിടം വരെ. ഓ, അവിടെ കേറ്. സോറി. എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന അതിന്റെ സുഖം. പോലീസ് പിടിച്ചാൽ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാർ നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല, എന്റെ പേര് പോലും. എന്താ ബായുടെ പേര്? അത് വേണ്ട, എന്നാലും പറ ബായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ബായ്. ബായ്, അത് തന്നെ വിളിച്ചാ മതി. എന്താ നിർത്തിയത്? എന്നെ ഇറക്കി വിടാനാണോ? ഏയ്, ദാ പുണ്യാളന് നേർച്ചയിട്ട പാതി അങ്ങേര് നോക്കിക്കോളൂ. പോവോ?
എൻ്റെ പുണ്യാള, നേർച്ചിടാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നെ മുഴുവനായിട്ട് കാത്തോളണേ. പോലീസ് അയ്യോ, നീ എന്നതാടായി പറയുന്നത്? ലോഡ് പോലീസ് പിടിച്ചെന്നു. അതേ മുതലാളി, ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ഇതിലെന്തോ ചതിയുണ്ട് ചേട്ടായി. കൊച്ചു മുതലാളി എന്നെ സംശയിക്കരുത്. വർഷം കുറെ ആയില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ആയിട്ട്. എത്ര വർഷമായാലും നീ കള്ളപ്പണിയല്ലേ ചെയ്യണത്? കള്ളൻ എന്നും കള്ളൻ തന്നെയാടാ. ഇതേ ലക്ഷങ്ങളുടെ ഏർപ്പാടാ. ബേബി കുഞ്ഞേ, ചേട്ടോ, ചേട്ടാ സത്യം പറ, ഞങ്ങളുടെ ലോറിയിലൂടെ എങ്ങോട്ടാ മറിച്ചു വിറ്റത്? ഇയാളുടെ മോന്ത കണ്ടാലറിയാം 10 കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ, സംഗതി സ്പിരിറ്റ് അല്ലേ. ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം. പറയടോ. ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ പറയില്ലല്ലേ? പറയടോ, ലോഡ് ആർക്കാ നീ മറിച്ചു വിറ്റത്? കുഞ്ഞേ, ലോറി നല്ല ആളാട്ടാ. പോലീസിനെ കണ്ടപ്പോ ബായി എന്തൊരു ഓട്ടോ ഓടിയത്. ഞാനാണെങ്കി പേടിച്ചും പോയി. പിന്നെ RC ബുക്കിൽ അഡ്രസ് അപ്പൊ ഒരു കണക്കിലെ വണ്ടി ഇവിടെ എത്തിച്ച്. എനിക്കാണെങ്കി കാറൊക്കെ ഓടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാടാ ഈ പണ്ടാറ് ഓടിക്കാനായിട്ട്. എന്റെ പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ശരിയാവില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാക്കിയാൽ മതി. എടാ ചാണ്ടിച്ച, അപ്പാ ഇയാള് പോണേ പോട്ടപ്പാ. ഇയാളെ ചത്ത നമ്മള് ബിസിനസ് ഇല്ലേ? അയ്യോ, നീ എങ്ങോട്ടാ? ബായി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. വാ. ബായി സത്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളുടെ കൂടെ കൂടി. ബായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. മകനെന്ന് പറഞ്ഞ ബായിക്ക് ജീവനാ. ശിവന് കുറച്ച് ചോറിട്ടോടി. ശിവനല്ല, ഉണ്ണി. ചോറ് വേണ്ട, അതിന് പകരം പപ്പടം എടുത്തോളാം. നമ്മുടെ പരമശിവത്തിന്റെ നല്ല ഛായയില്ലടി ഇവന്. എനിക്കും കണ്ടപ്പോഴേ തോന്നി. ആരാ ഈ പരമശിവം? പണ്ട് ലോറി താവളത്തിൽ നിന്ന് കിട്ടിയതാ അവനെ. പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി. 4 കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ. ഇന്ന് വഴിയോരത്ത് നീ നിൽക്കണ കണ്ടപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. അതാ നിർത്തിയത്. എന്നെ ആ അനിയനായിട്ട് കണ്ടൂടെ? അതിനെന്താടാ ശിവ? ശിവനല്ല, ഉണ്ണി. എനിക്ക് നീ ശിവൻ തന്നെയാ. അങ്ങനെ ഉണ്ണി എന്ന ഞാൻ ബായിക്ക് ശിവനായി. ബായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ? നീ വിചാരിക്കും പോലെ അത്ര നിസാരമല്ല കാര്യങ്ങള്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ ബായിക്ക് പറ്റില്ലേ? അത് പറ്റും. പക്ഷെ എങ്ങനെ കടത്തിക്കൊണ്ടുവരും? ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല കാശറിയണം. അതെവിടുന്ന്? ഒന്ന് ഞാൻ പറയാം. സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എൻ്റെ ഉണ്ട് ബായി. ആ ആ സാറേ, വണ്ടി. എന്താടോ വണ്ടിയില്? ഐസാണ് സാറേ. കുറിപ്പേ കയറി പരിശോധിക്കും സാർ. നന്നായി പരിശോധിക്കണോ സാർ? സാറേ പെട്ടെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഐസ് ഇപ്പൊ ഐസ് വാട്ടർ ആവും. സാറേ ഇത് ഫുൾ ഐസാ. ആ അടച്ചേക്ക്. ഓ ചാടിക്കോ ചാടിക്കോ, അല്ലെങ്കിൽ ഐസാവും. വിട്ടോ വിട്ടോ, വിട്ടോ. പെട്ടെന്നാവട്ടെ. ശിവ. ആ ഓ എന്റെ പുണ്യാളച്ചോ, നീ ഇങ്ങ് എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിൽക്കുകയായിരുന്നു. സ്പിരിറ്റ് എന്തേടാ? ദാ ഇതൊക്കെയാ. ഈ ഐസ് കിട്ടേ? ഞാൻ കാണിച്ചുതരാം. ദാ ഒറിജിനൽ സ്പിരിറ്റ്.
ആ ഓ, എന്റെ അമ്മച്ചി ഒടുക്കത്തെ ബുദ്ധി തന്നെ. അല്ലടാ, ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താണ് ഐസ് ആവാത്തേ? എന്റെ ബായ്, വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും. പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ. എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല, കെമിസ്ട്രി. ആ, അവൻ ഭയങ്കര തന്നെ. ഇത് എത്ര രൂപയുടെ മുതലാന്ന് അറിയാമോ നിനക്ക്? നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത്? ഈ ലാഭത്തിന്റെ പകുതി നീ എടു. അല്ലേ വേണ്ട, ഇത് മുഴുവൻ നീ എടു. വേണ്ട ബായ്. ബായ്, ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നേ? 5000 ഉരുവ. ആ, 5000 രൂപ മതി എനിക്ക്. അല്ല, ഇവര് ഞാനും ബായ് തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങനെ നീ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എൻ്റെ സ്വാധീന വലയത്തിലായി. പിന്നെല്ലാം അവരുടെ അനുവാദത്തോടെയായി. ബായിക്ക് വീടായി, കാറായി, ലോറികളായി. ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു. വാളയാർ പരമശിവം. എനിക്കും സഹായികളുണ്ടായി. അച്ചായനും അച്ചുവേട്ടനും. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു. പക്ഷെ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ ഒരു ദിവസം പോലീസ് കേസെടുത്തു. കാറ്, തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ബായിക്കെതിരായിരുന്നു. ബായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു. എന്തിന്? ബായിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്. ഞാൻ ബാച്ചിലറല്ലേ. ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ? പാവം ബായ് എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി കേസ് നടത്തി. അതുകൊണ്ട് എൻ്റെ ശിക്ഷ 4 കൊല്ലമായിട്ട് കുറയ്ക്കാൻ ബായിക്ക് സഹായിച്ചു. ഈ ബായിയാണ് ഞാൻ ദുബായിൽ നിന്ന് കാശ് അയക്കുന്ന പോലെ മാസാമാസം കാശ് എൻ്റെ വീട്ടിലെത്തിക്കുന്നത്. എൻ്റെ കുടുംബം അവിടെ ഹാപ്പി. അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. ആ, പരമശിവത്തിന്റെ പരോൾ സാങ്ഷൻ ആയിട്ടുണ്ട്. ഓ, ആള് കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ. അല്ല സാർ. തനിക്കെന്താണോ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ്? അവനൊരു പാവമാണ് സാർ. എടാ, അവന്റെ ആ മസിൽ കിട്ടിയിരുന്നെങ്കിൽ ഉച്ചക്ക് ബീഫ് ഫ്രൈ ആയിട്ട് കൊടുക്കായിരുന്നു. എന്തു പറ്റി? ആ ഡോക്ടറെ വിളിച്ചേ സാർ. ഒടുക്കത്തെ കരുനാക്ക്. ചത്താ എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ നീ എന്തേത് വേടി? പുറകോട്ട് പറയും. ഹീസ് വെരി സീരിയസ്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും. യെസ്, പ്രൊസീഡ്. ഓക്കെ, മാറ്റാനൊക്കെ വരട്ടെ സാറേ. പരമശിവം ചുമ്മാ സാറേ. ദേ, ഈ നിൽക്കുന്ന കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തളർന്നു വീണപ്പോ 1 കപ്പ് വെള്ളം എടുത്ത് മോന്തക്കൊഴിച്ച് എണിപ്പിച്ചുവിടാൻ പറഞ്ഞാളാ ഈ സൂപ്രണ്ട് സാറ്. പിന്നെ ഇവനോട് മാത്രം എന്താ എത്ര സിമ്പതി? നിങ്ങൾ ആരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ? വെറുതെ ഇരി സാറേ. ഇവന്റെ നാവിക്കിട്ട് ഒരു അറ്റ തൊഴിലോടത്തിന്റെ അപ്പ എഴുന്നോക്കോ. അവന്റെ പരോളിന്റെ പേപ്പർ ഉണ്ട്. ഇവന് 14 ദിവസം വേണ്ട, 5 ദിവസം മതി.
എടാ ചിന്നാടാ, നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ലുക? നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കുകയല്ലേ ഞാൻ. ഇവൻ എന്നെ മൂടൗട്ടാക്കി അടങ്ങുള്ളൂ. നീ പോയി ജോലി എടുക്കപ്പാ. നീ ഓർത്തോ? ഓർത്തല്ല ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. നീ സൂക്ഷിച്ചോട്ടോ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? സുഖല്ലേ? ബായി കാശും കാറിന്റെ താക്കോല് ഏൽപ്പിക്കാൻ പറഞ്ഞു. ബായി ലോഡ് അയക്കുന്ന എന്തോ കാര്യത്തിന് ബോംബെ പോയിരിക്കുക. വരാൻ കുറച്ച് ദിവസം കഴിയും. നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ? എല്ലാരും ഒന്ന് കാണണം. ഭാരതി അമ്മേ, ഭാരതി. ഉണ്ണി, അമ്പിളി, എടി അമ്പിളി. എന്താ അമ്മ? ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു. ശബ്ദോ? ആ, അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അത് അമ്മ എപ്പോഴും ഉണ്ണിയെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും. അല്ലടി, ഞാൻ ഭാരതി അമ്മേ. ഉണ്ണി, ഹായ്. ഭാരതി അമ്മ എന്തിനാ കരയണേ? സന്തോഷം കൊണ്ട. ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ 6-7 വർഷം കഴിഞ്ഞല്ലേടാ കാണുന്നത്. അതൊക്കെ പോട്ടമ്മേ. ഇവൾക്ക് വരുന്നുണ്ടല്ലോ സന്തോഷം. എന്താടി? ഉണ്ണിയേട്ടൻ വന്നു. ഓർക്കാപ്പുറത്തല്ല അമ്മ ലീവ് കിട്ടിയത്. അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല. അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ, പിന്നെ നിനക്ക് മിഠായി, ഓടി CD. ഏട്ടാ, എടാ, എന്റെ അമ്മോ, ഇവനെ കണ്ടാലിപ്പോ എന്റെ ഏട്ടനെന്ന് പറയൂലോ അമ്മേ. ഇത് പഴയ അളവാ, നിനക്ക് പാകാവൂന്നറിയില്ല. നീ പിടിച്ചേ. എന്താ? ചുമ്മാ ഒന്നുമില്ല. നീ എന്റെ ഷോൾഡേഴ്സ് നോക്കി. ഏട്ടാ, ഇത് ജീൻസ് അല്ലേ? ഓ, ജീൻസ് ആണോ? എന്നാ വേസ്റ്റ് നോക്കിയോ. ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അനിയത്തി. ഇവളല്ല, അപ്പുറത്തെ. ആരാ? ഏയ്, നിക്കവിടെ. നീ ഏതാ? നീ എവിടത്തെയാ? ചെവി ഇട്ടൂടെ? സംസാരിക്കില്ലേ? അതെന്റെ വീടല്ലേ? ഏട്ടാ, നമ്മുടെ പുതിയ വാടകക്കാരാ. ഓ, നല്ല കൂട്ടരാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ. പേര് ഗോപിക. അയ്യേ, എനിക്ക് പെങ്ങളെ പോലെയാ. അയ്യോ, പെങ്ങളെ പോലെയാണോ? അപ്പൊ നിനക്ക് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആണല്ലേ? നിനക്ക് ഇന്ത്യന്ന് പെണ്ണ് കിട്ടാൻ പറ്റില്ലല്ലോ. ഒന്ന് പോയടാ. നമുക്ക് ഇറ്റലിയിൽ ഒരു ജെറ്റിലെ തപ്പാം. ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? കല്യാണ കാര്യം പറയുമ്പോ അവൻ എന്തെങ്കിലും പറഞ്ഞൊഴിയും. നോക്കിക്കോ. പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇപ്പൊ പറയണ്ട. അമ്മേ, ഗോപിയെ ഉണ്ണിയേട്ടന് ഇഷ്ടം ഉറപ്പാ.
എന്താടാ അവിടെ ഒരു ഗൂഢാലോചന? ഞങ്ങള് നിന്റെ കാര്യം അതെ അതെ പറയായിരുന്നു. ഞങ്ങൾ ഏട്ടന്റെ കാര്യം പറയായിരുന്നു. എന്താമേ? ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിട്ട് ഔട്ട് ഹൗസിൽ താമസിക്കുന്നവരെന്ന് പരിചയപ്പെട്ടോ. അങ്ങോട്ടൊന്ന് കേറി ചെന്നു. ദുബായ്ക്കാരന്റെ പത്രാസെന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും. മോശമായ ഭാരതി. എന്ന് ഇപ്പൊ തന്നെ കണ്ടിട്ട് ഏയ്, എന്താ 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 ഈ രാത്രിയിലോ? രാത്രി എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അവിടെ പ്രായമായ ഒരു പെൺകുട്ടിയില്ലേ? ഞാനത് ഓർത്തില്ല. ഞാൻ ആ ഞെരിഞ്ഞില് പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത്. വാ, രാവിലെ പോയാ മതി. മതി. എന്താ ഈ കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാനെന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? ആ അമ്മേ പോ. വെറും കൈയോടെയാണോ പോന്നേ? ഓശോ, ഞാനത് ഓർത്തില്ല. അങ്ങേർക്ക് സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും. അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ദേ, ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. ആ നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി? ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? അല്ല, ഗോപിക്കാ. നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ. ഏയ് വീശു, നല്ല അസ്ഥല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ. എടാ നീ എടുത്തോണ്ട് ചുമ്മാ ആളെ കെട്ടറിഞ്ഞൂടെ അടിക്കുന്നു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. ആ അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞത്. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികളെ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ആ ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ചേ, എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹൈ, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കും. അത്യാവശ്യ കാര്യം. ഇവന്റെ സ്കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ താങ്ങാലോ. പക്ഷെ എന്താണത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാം ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ, കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോസ്, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. പെണ്ണെങ്ങനെയുണ്ട്? നിന്നെ പോലെ അല്ല, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയാ. കാണാനോ? കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അയ്യോ, ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത്. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ല. ഓശോ, ഞാൻ ആ അമ്മായിപ്പനെ ഇനി പിടിച്ച പിടിയലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ ഇനി നീ ഒന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോവാ. പരോളിലിറങ്ങി നീ മുങ്ങാന്ന് വിചാരിച്ചു അല്ലടാ? എന്റെ മോനെ കൊന്നിട്ട് പെണ്ണും കെട്ടി സുഖമായിട്ട് കഴിയാമെന്ന് കരുതിയടാ നിന്നെ ഞാൻ. ഞാൻ കാരണം ആ കുട്ടി. ഹേയ് വേണ്ട. പാമ്പല്ല, ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും കണ്ടാലെന്താ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ. കുട്ടി എന്റെ കഥയൊന്ന് കേക്കണം. കഥയൊക്കെ എഴുതുവോ? എന്നിട്ട് വല്ല വാരികയിലും പ്രസിദ്ധീകരിച്ചോ? ആ കഥയല്ല,
ഇതെന്റെ ജീവിതകഥയാ. കുട്ടിക്കൊരു സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, പിന്നെ കള്ള ലോഞ്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി. ഈശ്വര, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിൻ്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങി തന്നത് എല്ലാം ആ ഷെയ്ഖിൻ്റെ കാരുണ്യ. ഒരിക്കൽ ആ ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ധയും ബദിരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാമോന്ന്. ആ ഷെയ്ഖിൻ്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു ചെല്ലുന്നും കാത്ത് അന്ധയായ ആ കുട്ടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുക. ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല. സോറി. കരയ ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കൊള്ളൂ. ആരും കാണണ്ട. എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് വെക്കുള്ളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എൻ്റെ കഥയുടെ കുഴപ്പം. വീട്ടിൽ ആരോട് ചെന്നത് പറയണ്ട. അവരാരെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ സർപ്പത്തമാരെ, അറിയാലോ എൻ്റെ അവസ്ഥ. ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല. അതിനു മുമ്പ് പോവല്ലേ? കുറച്ചു ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് പരോള് പോലെയാ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കിയെടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. ഏട്ടനെന്താ പതുങ്ങി നോക്കുന്നത്? പോലീസ്. അയാൾ ആ ഗോപികയുടെ അടുത്ത ബന്ധുവാ. ഈശ്വര, ഇങ്ങനെ ഒരു ബന്ധം ഓർക്കുണ്ടായിരുന്നോ? അതെന്താ ഉണ്ടായാലും? അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ. അങ്ങോട്ട് മാറിയ പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യമായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട. ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നത് നന്നായി. ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഏട്ടാ, എല്ലാം എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ സാലം എടുത്ത് ഇതുവഴി വണ്ടി കയറിക്കോ. മോളെ എല്ലാം ഓക്കെ അല്ലേ? അമ്മേ, സമയമായി അമ്മേ. അമ്മ ഞാൻ ഇറങ്ങാട്ടോ. എന്തേത്? ഇത്തിരി അച്ചാറും പലഹാരങ്ങളും. എന്റെ അമ്മ, ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല. അവിടുന്ന് തരുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല, ഹലോ, അവിടെ നിന്നേ. അത് പിച്ചക്കാരാണ്, പിച്ചക്കാരൻ. ഞാൻ 10 രൂപ കൊടുത്തപ്പോ 100 രൂപ വേണമെന്ന്. ഗൾഫുകാരുടെ ഒരു അവസ്ഥ നീ എടാ, അവൻ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മുടെ മസിൽ അടിക്കുന്ന പിച്ചക്കാരാണോ? നീ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് സാധനങ്ങൾ എടുത്തിട്ട് വേഗം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചേ. അമ്മേ, ആളനക്കും ഇല്ലല്ലോ. ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ. ഫ്രണ്ട് സീറ്റ് വെക്കണേ. വേഗം എടുത്ത് വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. ഓ, എന്തൊരു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടുന്ന വെള്ളമുള്ളടാ, ഡീസൽ അല്ലേ, ഡീസൽ.
ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണിയന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ? ആ, കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ആ, ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ, ഫലിതപ്രിയൻ. നമ്മള് തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടുന്ന്. ഓ, അങ്ങനെ. ഓ, പിന്നെ പോയിട്ട് ഇത്ര ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ. പെട്ടെന്ന് ഇറങ്ങുമാവോ? ഏയ്, വൈകും. ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ എവിടെ വെച്ച്? സോപ്പ് മാറിപ്പോയതായിട്ട് പറഞ്ഞത് മാറിപ്പോയതാ. അടുത്ത വരവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ, ശരി. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ, ഇങ്ങോട്ടെന്ന് വെച്ചാ പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ല് ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസ്സോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ. ട്രെയിൻ മിസ്സാവും. ഇനി ദുബായിക്കാരുടെ വീട്ടിൽ വന്നിട്ടൊന്നും തന്നില്ലാന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട് പൊക്കോളൂ. ബൈ. ആ, ഇതാര്? പണ്ടോർക്കെല്ലാം വെച്ചിരിക്കണ എന്റെ ക്ലാസ്സാടാ. സത്യത്തിൽ ഇയാള് പോലീസ് അതോ കുള്ളനാ? കള്ളനാ? നീ നാട്ടിലൊക്കെ പോയൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടാ പരമശിവം. അത് സാറി ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നണതാ. പരോള് കഴിഞ്ഞു വന്നപ്പോ നീ എനിക്ക് എന്താ കൊണ്ടുവന്നേ? വെച്ചാലിണങ്ങാത്തൊരു കൂളിംഗ് ഗ്ലാസ് എത്തില്ലേ? ഇവനാ? ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഫ്രണ്ടോ? ആ, ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട്. ആ കക്ഷിയെ കൊണ്ട് എന്റെ വലിയേട്ടന്റെ മോളെ കെട്ടിക്കാൻ പോവാ. ചെറുക്കന്റെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം? ഇല്ല പരമശിവ. ഞാൻ ആരാ? പോലീസാ. അപ്പൊ ആ സംശയവും തീർന്നു. ചെക്കനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. അവന് 24 ക്യാരറ്റാ. എന്റെ വ്യാകുല മാതാവ്, എന്നെ കൊല്ലും. ചുമ്മാ ഇത് കണ്ട? ഇതവന് ദുബായിക്കുള്ള കത്താ. എന്തിനാ ഇപ്പൊ കത്ത്? കാര്യം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞൂടെ? അതിനവൻ ദുബായിക്ക് പോയില്ലേ? അവൻ ദുബായിലെത്തി. ഇത് വെറും ഒരു കത്ത് മാത്രമല്ല, ഒരു ലിസ്റ്റ് കൂടെ ഉണ്ട്. ഒരു DVD, ഒരു TV, ഒരു മൊബൈൽ, അങ്ങനെ ചിന്ന സാധനങ്ങള്. പോലീസല്ലേ മോനെ, ഓസിന് കിട്ടിയാ വിടുവാ. കാശിനൊക്കെ ഇപ്പൊ എന്താ വില? ടൈറ്റാ. ചിന്നാടൻ ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ഏമാർക്ക് വീശിന്നാണല്ലോ കേട്ടത്. പോടാ. അത് ശരി. അപ്പൊ അതാണ് അവനോട് കാണാത്തത്. സാറേ. എന്താടാ? എന്താടാ? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയിട്ട്, അതെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു. ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന്. ഇവിടെ? ആ, കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രി കിടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ പിടിച്ച് അകത്തിടും അത്രേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ. ആ, പിന്നെ ഞാനിത് പറഞ്ഞു ആരോടും പറയരുത്. നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കൊന്ന് കാണണം. അവര് കുറച്ചുനാൾ തിന്നട്ടേന്നുണ്ടാ. എന്താ സാർ? ഉണ്ടെങ്ങോട്ട് പോയതാ? ഒന്നുമില്ല. നീ 100 പേര് എണ്ണി തീരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിലുണ്ടാവും. ചുമ്മാ എണ്ണടോ. 1, 2, 3. സത്യമാണോടൂ? അതെ സാർ. എന്താ കണക്ക് തെറ്റിക്കുന്ന? ഇത് വേറെ കണക്കാണ് സാറേ. ഈ എന്റെ കണക്ക് തെറ്റി. ഞാൻ എവിടെ നിർത്തിയത്? നീ നിർത്തിയതല്ല 85 മുതൽ ഞാൻ ഇവിടെ 85, 86. ഞാൻ എവിടെ നിർത്തിയത്? 25. 27, 28, 95, 96, 97, 98, 99, 100. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ.
എന്താടാ? നീ സൂക്ഷിച്ചോ. ഓ എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നെ ആര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടാക്കി അടങ്ങുള്ളൂ. മതി മതി, പോയി റെസ്റ്റ് എടുക്ക.